അപ്പോൾ ശരി, ലൈഫ് നമ്മളെ ചോയ്സിലാണ് ലിവ് ചെയ്യുന്നത്. അപ്പോൾ ഡെത്തും നമ്മളെ ചോയ്സ് ആവണ്ടേ, ഇൻഡിവിജ്വലൈസേഷൻ വരണ്ടേ? അപ്പോൾ അവിടെ പേഷ്യൻ്റ് ഓട്ടോണമി എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? അത് വളരെ പ്രധാനമാണ്. കാരണം പൊതുവേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൈഫ് പ്ലാനിങ് പോലെ തന്നെ ഡെത്ത് പ്ലാനിങ് പറയുമ്പോഴും പേഷ്യൻ്റ് ഒരു ചോയ്സ് നമ്മൾ ശ്രദ്ധിക്കണം. പേഷ്യൻ്റ് ഉദ്ദേശിച്ചത് ഇൻഡിവിജ്വലാണേ, ഞാൻ പേഷ്യൻ്റ് ഡോക്ടറിനൊക്കെ പറഞ്ഞു പോകാം. അപ്പോഴേ പലപ്പോഴും ആളുകൾ തീരുമാനം എടുക്കുന്നത്, ഒരാൾ ജീവിക്കുന്ന തീരുമാനം എടുക്കുന്നതും പലപ്പോഴും മറ്റുള്ളായിരിക്കും, മരിക്കുന്നതിനെ പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ആ തീരുമാനം ആ ഒരു പേഴ്സണൽ ഓട്ടോണമി അംഗീകരിക്കാതെ പലപ്പോഴും അയാൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നത് അയാൾ അടുത്ത ബന്ധുക്കളോ അല്ലെങ്കിൽ അയാൾ അഭ്യുദയകാംക്ഷികളായിരിക്കും. ചിലപ്പോൾ അയാളെ ബന്ധുക്കൾ പോലും ആവില്ല, ചിലപ്പോൾ അകന്ന ആളുകൾ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും, തീരുമാനം എടുക്കാൻ വരും. പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഇന്ന സ്ഥലത്ത് ചികിത്സ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയും നമ്മൾ കാണേണ്ട കാര്യം, ജീവിതം ഒരാളുടെ ജീവിതം അയാളുടെ ജീവിതമാണ് ആത്യന്തികമായിട്ട്. അയാളുടെ മരണം അതുപോലെ തന്നെ ആത്യന്തികമായിട്ട് അയാളുടെ മരണമാണ്. പക്ഷേ അതിൽ ആശ്രയിക്കാവുന്ന, അതിൽ കൺസേൺ ആൾക്കാർ പലരും ഉണ്ടാവും. പക്ഷേ നമ്മൾ പ്രാഥമികമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് അയാളുടെ താല്പര്യങ്ങളാണ്. രണ്ടാമത് ബന്ധുക്കളുടെയും നാട്ടുകാരുടെ താല്പര്യമൊക്കെ പരിഗണിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ ലിവിങ് വില്ലിൻ്റെ ഒക്കെ വലിയൊരു ഘടകം വരുന്ന അവിടെയാണ്. അയാൾ എഴുതി വെക്കുകയാണ്, എൻ്റെ മരണയാത്ര, മരണത്തിലേക്കുള്ള ആ ദിവസങ്ങളിൽ എനിക്ക് ആവശ്യമായ സംഗതി ഇതൊക്കെയാണ്, പറ്റുമെങ്കിൽ ഇതൊക്കെ സാധിച്ചു തരണം. അങ്ങനെ എഴുതി വെക്കുമ്പോൾ തീർച്ചയായിട്ടും അയാളെ മനസ്സ് ഉറക്കുന്നത്. അവിടെ വേറൊരു വിഷയമുള്ളതെന്ന് പറഞ്ഞാൽ, അങ്ങനെ മനസ്സ് ഉറക്കുമ്പോഴും ആ ഓൺ ദ വേയിൽ പോകുന്ന കുറേ കഴിയുമ്പോൾ അയാൾ വില്ല എഴുതി വെച്ചു, കുറേ കഴിയുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് മാറ്റം വരാം. ഉദാഹരണം പറഞ്ഞാൽ, മരിച്ച ആളെ ജീവിപ്പിക്കാൻ കഴിയും എന്നൊരു സാധനം ശാസ്ത്രം കണ്ടുപിടിച്ച് നോക്കുക, സങ്കല്പിക്കുക. അങ്ങനെ വരാലോ, പലതും നടക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ വരുമ്പോൾ അയാൾ ആദ്യം ചോദിച്ചു, ഞാൻ മരിച്ചോട്ടെ, മരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉപകരണങ്ങളൊന്നും വെക്കണ്ട. ആ സ്ഥാനത്ത് പിന്നെ കണ്ടെത്തുകയാണ്, ഇത്ര ദിവസം വെന്റിലേറ്ററിൽ നിന്നാൽ അയാളെ രക്ഷപ്പെടും, മരിക്കില്ല. അവർക്ക് വില്ല് ചേഞ്ച് ചെയ്യാം. ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഏറ്റവും നമ്മൾ നിലവിലുള്ള കാര്യങ്ങളെയൊക്കെ പരിഗണിച്ചിട്ടാണ് ഒരാൾ വില്ല് എഴുതുന്നത്. കാരണം നമ്മൾ കാണുന്നത് പലപ്പോഴും ആശുപത്രി കിടന്നിട്ട് നരകിച്ചു മരിക്കുന്ന കാഴ്ചയുണ്ട്, അല്ലേ? സത്യം. ബന്ധുക്കളൊക്കെ പുറത്ത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഭാരവും താങ്ങിയിട്ടാണ് ഒരാൾ മരിച്ചു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ കാണുന്ന സെനേറിയോ ആണ് ഇപ്പോൾ ഉള്ളത്, അല്ലേ, നാട്ടിലുള്ള. അതിൽ നിന്ന് മാറ്റം വരണം. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ഈ കാര്യങ്ങൾ, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പലപ്പോഴും കഴിയും. ഉദാഹരണം പറഞ്ഞാൽ, ഇനി അത്ര ദിവസമില്ല, വളരെ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങളിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് ആരും ചോദിക്കാറില്ല, അല്ലേ? അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഉദാഹരണമായിട്ട് ഡയബറ്റീസ് ഒക്കെ വന്നിട്ട് ഈ പറഞ്ഞ ടെർമിനലായിട്ട് മരിക്കുന്ന ഘട്ടത്തിൽ പോലും അയാൾക്കൊരു മധുരം കൊടുക്കാൻ ആരും ഉണ്ടാവാറില്ല. കാരണം അപ്പോഴും രോഗികളും ബന്ധുക്കൾ ഭയപ്പെടുന്ന എന്താണ്, ഈ മധുരം കൊടുത്താൽ അയാളെ പ്രമേഹം വർദ്ധിച്ചു പോയി പ്രശ്നം. രോഗിയെ പോലെ ബന്ധുക്കളും അത് മനസ്സിലാക്കണം. കറക്റ്റ്, അതാണ് ഏറ്റവും പ്രധാനം. ഈ ബന്ധുക്കൾ എന്ന് പറയുന്നത് നമ്മളൊക്കെ, നമ്മൾ ഈ ടോപ്പിക്ക് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചർച്ച ചെയ്യാൻ പറയുന്നത്, പോസിറ്റീവായിട്ട് മരണത്തെ സമീപിക്കാനും ചർച്ച ചെയ്യാനും പറയുന്നത് വ്യക്തികൾക്ക് മാത്രമല്ല, മൊത്തം സമൂഹം ആ തരത്തിൽ അവെയറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ഹെൽത്ത് ഇൻഡസ്ട്രി ആകുമ്പോഴുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. മാർക്കറ്റിലെ ലാഭം എന്ന നിലക്കാണ് എല്ലാ കാര്യവും കാണുന്നത്. അപ്പോൾ മരണത്തെപ്പോലും ലാഭത്തിൻ്റെ ഒരു രീതിയാക്കി മാറ്റിയാണ് ഉപയോഗിക്കുക. അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് വിട്ടുകൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യരുത്, ചെയ്യരുത്. മനസ്സിലല്ലേ? ഒരു ആവശ്യവും അനാവശ്യമായിട്ടൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ അവസാന നാളുകളിൽ ചെയ്തിട്ട് എന്താ കാര്യം, അല്ലേ? ഇപ്പോൾ ഒരു രോഗിയുടെ എന്താ പറയുക, ഞാൻ ഉദാഹരണം പറയാം, ഒരു മരണത്തിൻ്റെ അവസ്ഥയിൽ അയാൾക്കൊരു ക്യാൻസർ രോഗം കണ്ടെത്തുന്നു, വേറെ അസുഖമായിട്ട് ICUലല്ലേ, അങ്ങനെ കണ്ടെത്തേണ്ട യാതൊരു ആവശ്യമില്ല. അയാൾ എന്തായാലും മരിക്കും, അയാൾ എന്തായാലും മരിക്കുന്ന ആളാണ്, മരിക്കാൻ പോവുകയാണ്. ആ സമയത്ത് ഒരു ക്യാൻസർ രോഗം നിർണ്ണയിക്കാൻ വേണ്ടി CT സ്കാൻ എടുക്കുക പോയിട്ട്, അല്ലെങ്കിൽ ഒരു MRI സ്കാൻ എടുക്കുക എന്ന് പറയുന്നത്, അത് എന്തല്ല, അതൊരു മൂല്യബോധമുള്ള സമൂഹത്തിന് പറ്റുന്നല്ല. പിന്നെ ഈ ലൈഫിനെ പ്ലാൻ ചെയ്യുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ലൈക്ക് ചോയ്സ് എടുക്കുന്നത്, അത് എന്തുകൊണ്ട് ഡെത്ത് പ്ലാനിങ്ങിന് അത് വരുന്നില്ല? ഡെത്ത് പ്ലാനിങ്ങിൽ മാത്രമല്ല, അതിൽ നേരത്തെ മീര പറഞ്ഞ ഈ ബന്ധുക്കളുടെ ഒരു തീരുമാനങ്ങളുണ്ട്.
പലപ്പോഴും മരണത്തിന് സമയത്ത് ബന്ധുക്കളായ ആളുകളാണ് എന്ത് ചെയ്യുക ഉണ്ടാവുക. അപ്പോൾ അവരാണ് തീരുമാനം എടുക്കുക. അപ്പോൾ അത് തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ അവരെ തീരുമാനത്തെ ലീഡ് ചെയ്യേണ്ടത് അവരെ തീരുമാനം മാത്രമായിരിക്കരുത്, ഈ കിടക്കുന്ന ആളുടെ തീരുമാനം കൂടി ഉണ്ടാവണം. അവിടെയാണ് ആ തീരുമാനം അപ്പോൾ പറയാൻ കഴിയില്ല. കാരണം ചിലപ്പോൾ അയാൾ അബോധാവസ്ഥയിലായിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും, എഴുതാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. അതിന് മുമ്പേ തന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്താൽ അത് ബന്ധുക്കൾ അറിഞ്ഞാൽ, ബന്ധുക്കൾ ഈ ഓട്ടോണമി അംഗീകരിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, അച്ഛൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, അല്ലെ അമ്മാവൻ ഇങ്ങനെ പറഞ്ഞിരുന്നു, എഴുതന്നിരുന്നു എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം. എല്ലാവരും ഇതിനെക്കുറിച്ച് അവെയർ ആവണം. കാര്യങ്ങൾ ഇത് പേഷ്യൻസ് നമ്മൾ എല്ലാവരും നാളെ മരിക്കുന്നവരാ, മരിക്കാത്തവരെ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഡെത്ത് പ്ലാൻ ചെയ്യേണ്ട എല്ലാവർക്കും പ്ലാൻ ചെയ്യാം. അത് പ്രായക്കാർക്ക് മാത്രമല്ല, ചെറുപ്പക്കാർക്കും പ്ലാൻ ചെയ്യാം. പ്ലാൻ ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ എനിക്ക് 80 വയസ്സൊക്കെ ആകുമ്പോൾ എന്നെ എന്ത് ചെയ്യരുത്, നരകിപ്പിക്കരുത് എന്ന് വാക്ക് എഴുതി വെക്കാം. ഇതിൽ ഇന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നൊരു, ഞാൻ ഇതിൽ ഡിസ്കഷനിൽ ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ പറഞ്ഞാൽ, നമ്മൾ പെയിൻ ഫ്രീ ആവണം. കാരണം നമ്മൾ ഇപ്പം ഞാനൊക്കെ അസുഖങ്ങളുടെ ഇത് കാണുമ്പോഴേ എനിക്ക് മനസ്സിലായത്, അസുഖം എന്ന് പറയുന്ന ഒരു സംഗതി, ഇൽനെസ്, ആ ഇൽനെസ്സിനെ നമുക്ക് ഫീൽ ചെയ്യിക്കുന്നത്, വേദന ഇല്ലെങ്കിൽ ഇൽനെസ് ഇല്ല. ഇപ്പൊ നമ്മളൊരു പനി പോലും, വൈറൽ പനി, ആ വൈറൽ പനി സാധാ പനി പോലും നമുക്ക് ഫീൽ ചെയ്യുന്ന എവിടെയാന്ന് പറഞ്ഞാൽ ബോഡി പെയിനും തലവേദനയും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പനിയായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അതിനെപ്പറ്റി പിന്നെയും ഓവർ തിങ്ക് ചെയ്യുന്നതും ഒരു ഘടകമല്ലേ? ഇതിനെ കുറിച്ച്, ആ രോഗാവസ്ഥയെ കുറിച്ച്. അത് വേറൊരു വശം. ഞാൻ പറഞ്ഞു വരുന്നത്, പെയിൻ ഫ്രീ ആവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ആവശ്യമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളൊന്നാണ് എന്ത്, പെയിൻ ഫ്രീ ആകുന്നതാണ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, മനുഷ്യൻ കണ്ടെത്തിയ ഏത് ആനന്ദവും വേദനയിൽ നിന്ന് മോചനത്തെക്കാൾ വലുതല്ല, അതിനോളം വലിപ്പമുള്ള ആനന്ദമൊന്നുമില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് പെയിൻ ഫ്രീ ആക്കണം, മനസ്സിലായില്ലേ? ആ പെയിൻ ഫ്രീ ആക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ ശ്രദ്ധിക്കണം. മോർഫിൻ പോലുള്ള മയക്കുഗുളികളാണ്. അപ്പോൾ അത്ര തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യാണ്ട് പെയിൻ ഫ്രീ ആകാൻ ശ്രമിക്കുന്നുണ്ട്. രോഗം ഉള്ളപ്പോഴും ആ രോഗം മരണത്തിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്നത് പെയിൻ ഫ്രീ ആക്കുക. ഇപ്പം മരണവേദന എന്ന് പറയില്ല, മരണവേദന അത് എങ്ങനെയാണെന്നുള്ളത് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്തായാലും ആ പ്രോസസ്സിൽ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് ആര്, ഈ ആള്. അപ്പോൾ ആ വേദന അനുഭവിക്കുമ്പോൾ ആ വേദനയൊക്കെ കുറച്ചു കൊടുക്കാൻ കഴിയുന്ന സാധ്യതകളുണ്ട്. അത് നമുക്ക് എഴുതി വെച്ചാൽ എനിക്ക് വേദന ഇല്ലാതെ മരിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ അത് എഴുതി വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, വില്ലിന്റെ ഭാഗം എഴുതി. അപ്പോൾ അത് 1, 2, 3 വെച്ച് നമുക്ക് എഴുതാം. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഒരു ലങ് ക്യാൻസർ വന്നൊരു വ്യക്തി ഇപ്പം അവരുടെ ലാസ്റ്റ് ഡേയ്സിൽ പുക വലിക്കണം എന്ന് പറഞ്ഞാൽ പുക കൊടുക്കാന്നോ? അല്ല, അതൊരു ഡിപ്പെൻസ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു നേരത്തെ പറഞ്ഞില്ലേ, ഇനി ദിവസങ്ങളില്ല എന്ന് പൂർണ്ണമായിട്ട് ആർക്കും നിർണ്ണയിക്കാനാവില്ല എന്ന് വേറെ കാര്യം. ചിലപ്പോൾ അയാൾ ജീവിച്ചു വരാം. മരുന്നിലെ നോവലിൽ പുനത്തിൽ കുഞ്ഞുള്ള പറഞ്ഞതുപോലെ ഏതെങ്കിലും കാരണവശാൽ എല്ലാ അനുഗ്രഹങ്ങളും കൂടി ഒരാളിൽ ചൊരിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, കിടന്ന് ഓർമ്മയില്ലാണ്ട് കിടന്ന ആള് പുനത്തിൽ നോവൽ മരുന്നിലുള്ള ആ കഥാപാത്രം എന്ത് ചെയ്യാണ്, എഴുന്നേറ്റ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതുപോലെ ICUവിൻ്റെ മുറിയിൽ കിടന്ന് നരകിച്ച് മരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ അയാൾ എഴുന്നേറ്റ് വരാം, അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ സാധ്യതകൾ ഉള്ളപ്പോഴും സംഭവങ്ങൾ അങ്ങനെ സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴും നമുക്ക് പറയേണ്ടത് എന്താണ്, ഈ ലിമിറ്റ് ചെയ്ത ദിവസങ്ങൾ നമ്മൾ പൊതുവിലാണ് പറയുന്നത്. അവിടെ ഇൻഡിവിജ്വലി നമ്മൾ കുറേ കാര്യം പറയാനുണ്ട്. ലിമിറ്റ് ചെയ്ത കാര്യങ്ങൾ, ആ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. ആ എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നമ്മൾ കാണേണ്ടത് ആ കക്ഷിക്ക്, ആ രോഗിക്ക്, ആ മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള എന്താണ് ചോദിച്ചറിയണം. അയാൾക്ക് ബോധമുണ്ടെങ്കിൽ. ബോധമില്ലെങ്കിൽ അബോധാവസ്ഥ നമുക്ക് നിർണയം പിന്നെ ബന്ധുക്കളായിട്ട് ചോയ്സ്, ബന്ധുക്കൾ ചോദിക്കും അവർക്ക് അച്ഛൻ എന്താ ചെയ്യേണ്ടത് ചോദിക്കാൻ. അല്ലാത്തത് നമുക്കിപ്പോൾ പലപ്പോഴും പല ആളുടെയും മരണം ഈ നല്ല ഓർമ്മയോട് മരിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. എങ്ങനെ അവസാനം വരെ ഓർമ്മയോടുകൂടി മരിക്കുന്ന ആൾക്കാരുണ്ട്. ഓർമ്മ മീൻസ് കാര്യങ്ങൾ പറയാൻ പറ്റും. ആ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ശ്വാസം മുട്ടൽ വന്ന് മരിച്ചുപോയി. അപ്പോൾ അതുവരെ അയാൾക്ക് ഓർമ്മയ്ക്ക് ഉണ്ടാവും ദിവസങ്ങൾ. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും, ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പറയാനും, ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കാണാനും, ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കാം തനിക്ക് ഈ പറഞ്ഞ ശ്വാസകോശ രോഗ ക്യാൻസർ തന്ന ദുശീലം.
അത് പുകവലിയാണ്. പുകവലി കൊണ്ട് മാത്രം ഉണ്ടായ അസുഖമാണ് എന്ന് കരുതുക. കാരണം 10 7 പേർക്കും പുകവലി വരുന്നത് പുകവലി കൊണ്ടാണ്. ക്യാൻസർ, ഈ ശ്വാസകോശ ക്യാൻസർ വരുന്നത് പുകവലി കൊണ്ടാണ്. ഡയറക്റ്റ് സ്മോക്കിംഗ് കൊണ്ടാണ്. ഇൻഡയറക്റ്റ് സ്മോക്കിംഗ് കൊണ്ട് ബാക്കി 3 പേർക്കും. അപ്പോൾ സ്മോക്കിംഗ് വലിയ ഘടക. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഈ അസുഖം വന്നിട്ട് ടെർമിനലായിട്ട് ഇനിയിപ്പം ദിവസങ്ങളില്ല, കഴിഞ്ഞു, ഏകദേശം പോയി, എല്ലാ ഭാഗത്തും അസുഖം വ്യാപിച്ചു. ആ മനുഷ്യന് ഒരു പുക, അയാൾക്ക് ഇഷ്ടപ്പെട്ട സംഗതി അതാണെങ്കിൽ ഒരു പുക വലിക്കാൻ കൊടുക്കുന്നത് തെറ്റില്ല. മനസ്സിലായില്ലേ? തെറ്റില്ല. പക്ഷേ അതൊരു എന്തല്ല, ഒരു മെസ്സേജ് ആവാൻ പാടില്ല. മനസ്സിലായി. അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഡോക്ടർ നിലയ്ക്ക് എനിക്ക് ഒരിക്കലും അഡ്വൈസ് ചെയ്യാൻ പാടില്ലാത്തതാണെന്ത് ആ കാര്യം. പക്ഷേ ആ ഒരു സന്ദർഭത്തിൽ നമ്മളവിടെ അത് ആ വാക്ക ഉപയോഗിക്കുന്നത്, ആ സന്ദർഭത്തിൽ, കാരണം ഇനി അയാളെ സംബന്ധിച്ച് അയാൾക്ക് എന്തില്ല, വലിയില്ല, പുകയൊന്നുമില്ല അയാളുടെ ജീവിതത്തിൽ. അപ്പോൾ അയാൾക്കത് കൊടുക്കാവുന്നതാണ്. പക്ഷേ അവിടെ നമ്മൾ പേഷ്യൻ്റ് ഓട്ടോണമി അവിടെയാണ് പ്രധാനപ്പെട്ടത്. ആ ബന്ധുക്കൾ തടയും. ബന്ധുക്കളുടെ ധാരണയിൽ ഇനിയും ഇയാൾ ജീവിക്കും. അപ്പോൾ ഇയാൾ അസുഖത്തെ ഒറ്റ കാരണം കൊണ്ടാണ് അവർ തടയുന്നത്. ഈ അസുഖം പേഴ്സൺ ആവുന്നുള്ള പേടി കൊണ്ടാണ്, അല്ലാതെ വേറെ വെറുപ്പുണ്ടല്ല. പക്ഷെ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റണം. അവിടെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറാണ്. ഡെത്തിൻ്റെ വിഷയത്തിൽ ഡെത്തിൻ്റെ എല്ലാ സാധനവും പ്ലാൻ ചെയ്യുമ്പോഴും അതുപോലെ ആ ദിവസങ്ങളിലും വളരെ നല്ല കൃത്യമായ കമ്മ്യൂണിക്കേഷൻ പേഷ്യൻ്റ്, റിലേറ്റീവ്സ്, ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ്, എങ്ങനെ ഹോസ്പിറ്റൽ ഡെത്ത് ആണെങ്കിൽ അവരെ അടുത്ത് ഇരിക്കാൻ പറ്റണം. ആർക്ക്? റിലേറ്റീവ്സിനും ലവ്ഡ് വൺസിനും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ആവശ്യപ്പെട്ടാൽ ചെയ്യാം. അപ്പോൾ ചില ആളുകളുണ്ട്, എനിക്ക് ഇവരൊന്നും കാണണ്ട, എനിക്ക് ഹോസ്പിറ്റലിനുള്ളിൽ മരിക്കണം. എങ്ങനെ? ഒന്നും അറിയാതെ ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് മരിക്കണം. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അല്ല, ആങ്സൈറ്റി കൂടുന്നുണ്ട്, കൂടാത്തവരുണ്ട്. ഈ ഹോസ്പിറ്റലിലാവും സുരക്ഷിത ബോധം ഉണ്ടാവും, വീട്ടിലാവും പേടിയായി. അപ്പോൾ ശ്വാസം മുട്ടൽ വന്നാൽ ഓക്സിജൻ വെച്ച് തരാൻ സംവിധാനം ഉള്ളെടുത്ത് പോയാൽ എന്തായി? സമാധാനമായി. അത്തരം ആൾക്കാരോട് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ ബിസിനസ്സാണ് അവിടെ, അല്ലെങ്കിൽ അത് പ്രശ്നമാണെന്നും പറയണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത് പേഷ്യൻ്റ് ഓട്ടോണമി. എനിക്ക് തീരുമാനിക്കാൻ കഴിയുന്ന സംഗതിയുണ്ട്. ആ സമയത്ത് ഞാൻ തീരുമാനിച്ചു വെക്കുന്നു. മനസ്സിലായില്ലേ? എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, അതുപോലെ നടക്കണമെന്നില്ല. പിന്നെ ചില ഘട്ടങ്ങളിൽ ബന്ധുക്കളുടെ തീരുമാനവും വളരെ പ്രധാനമാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലുള്ള നമ്മളെ ചർച്ചയിൽ പ്രധാനമായിട്ട് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത് മരണവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന നിഗൂഢവൽക്കരണം, മിസ്റ്റിഫിക്കേഷൻ പാടില്ല. അത് അൺസർട്ടൺ ആണെങ്കിൽ തന്നെയും അനിശ്ചിതത്വം ഉണ്ടെങ്കിലും സുനിശ്ചിതമാണ് മരണം. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അല്ലേ? കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ ഒരുപാട് നേരത്തെ പറഞ്ഞ എന്താ പറയുക ആഘാതങ്ങൾ, മരണം ഉണ്ടാക്കുന്ന, മരിച്ചു എന്ന് പറയുന്ന സംഗതി മാത്രമല്ല, മരണത്തോടൊപ്പം ഉണ്ടാകുന്ന കുറേ ആഘാതങ്ങളുണ്ട്. അല്ലേ? അവരെ ഓർമ്മകളുണ്ട്, അല്ലേ? അവരെ സങ്കടങ്ങളുണ്ട്, അവരെ വേദനകളുണ്ട്. നേരത്തെ പറഞ്ഞ അപ്പോളജീസ്, മാപ്പ് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചില ആൾക്കാരെ മരിക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാൻ അവർ അനുവദിക്കണം. അപ്പം അങ്ങനെ അനുവദിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നിലവിലുള്ള സാഹചര്യത്തിൽ അങ്ങനെ കഴിയാറായി പോകുന്നതിന് ഒരു കാരണം അയാൾ ഒറ്റപ്പെട്ട് ഹോസ്പിറ്റലിനുള്ളിലായി പോകുന്നുണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പം വീടുകളാണ് എന്ത് ചെയ്യാൻ കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്, പറയാനും അടുത്ത ആളുണ്ടാവും. മറ്റേ ഹോസ്പിറ്റലാകുമ്പോൾ ഇൻഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ടാരും 4 മണി അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് ഒന്ന് കണ്ടുപോകാമെന്നല്ലാതെ കുറേ നേരം കൂടിയും അച്ഛൻ്റെ അടുത്തിരിക്കണം, കുറേ നേരം കൂടി അമ്മയുടെ അടുത്തിരിക്കണം എന്ന് കരുതുന്ന മക്കൾക്ക് അടുത്തിരിക്കാൻ പറ്റുന്നില്ല, അച്ഛനെ കേൾക്കാൻ പറ്റുന്നില്ല, അമ്മയെ കാണാൻ പറ്റുന്നില്ല. വീട്ടിൽ പോകണം തന്നെ പറഞ്ഞ വീട്ടിൽ കൊണ്ടുപോകാത്ത അവസ്ഥ, ഐസിയിൽ ഇരുന്നോളൂ കുറച്ചുകൂടി അത് അപ്പോൾ അങ്ങനെ രോഗി പറയാൻ എനിക്ക് വീട്ടിൽ പോകണം, വീട്ടിൽ തന്നെ പോകണം. മനസ്സിലായില്ലേ? അപ്പോൾ ബന്ധുക്കൾ പറയരുത് ഇവിടെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഈ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ ഒരു ഓപ്പൺ ഡിസ്കഷൻ നമുക്ക് അവിടെയും സാധ്യമാണ്. ഇവിടെ ആ മരണത്തിൻ്റെയും ആ പറഞ്ഞ ജീവിതത്തിൻ്റെ അവസാന ടെർമിനൽ സമയത്തും നല്ലൊരു ഓപ്പൺ ഡിസ്കഷൻ നടത്താൻ പറ്റും. The decision will be the patient's. കാരണം അതാണ് നമ്മൾ പേഷ്യൻ്റ് ഓട്ടോണമിയാണ് ഇക്കാര്യത്തിൽ അംഗീകരിക്കുന്നത്. കാരണം അത് തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. കാരണം അവർക്ക് അതേ അവർ ആവശ്യപ്പെടുന്നുള്ളൂ, അവർ നാളെ ഇല്ല. അപ്പം അത്തരം ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളെയും എന്താ പറയുക സന്തോഷങ്ങളെയും ഒക്കെ നമ്മൾ സാധിപ്പിക്കുക. അതുപോലെ തന്നെ വൃത്തിയിൽ മരിച്ചു പോവുക. അതാണ് അതിന് പറയുന്ന പേര്. നമ്മൾ അന്തസ്സോടെ മരിക്കുക, അന്തസ്സോടെ ജീവിക്കുന്നത് പോലെ തന്നെ അന്തസ്സോടെ മരിക്കാനുള്ള അവകാശം ഉണ്ടാവണം. അതുപോലെ ആ തരത്തിൽ നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റണം. ഞാൻ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ്, അത് 2 വാക്കുകളാണ്. നേരത്തെ ടെക് എന്ന് പറഞ്ഞ പോലെ തന്നെ ടെക്നോളജി, ഹൈ ടെക്നോളജി അല്ല ഹൈ ടച്ചാണ് വേണ്ടതെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 വാക്ക് കേട്ടിട്ടുണ്ട്. ഒന്ന് ക്യൂറും ഒന്ന് കെയറും. ക്യൂർ എന്ന് പറഞ്ഞാൽ അതിനെന്തുണ്ട്? ഒരുപാട് പരിമിതിയുണ്ട്. ക്യൂറിന് ചികിത്സക്ക് ധാരാളം പരിമിതിയുണ്ട്. പക്ഷെ കെയറിന് എന്തില്ല? പരിമിതിയേയില്ല.
നമുക്കൊരാളെ എത്ര വേണമെങ്കിൽ തലോടാം അല്ലേ, യെസ്, കുഴപ്പമില്ല, സാരമില്ല, തലോടാം. അതിന് പരിധികളേ ഇല്ല, ഇല്ല. നമുക്ക് സമയമുള്ള പോലെ ചെയ്യാം. ആ, പക്ഷേ ക്യൂറിന് എന്തുണ്ട്? പരിമിതികളുണ്ട്. ഇഷ്ടം പോലെ പരിമിതിയുണ്ട്. ഒരു അസുഖത്തിന് ചികിത്സക്ക് ഒരു പരിമിതിയുണ്ട്, പക്ഷേ കെയറിന് പരിമിതിയില്ല. അപ്പൊ കെയറും ക്യൂറും കൂടി ഒരുമിച്ച് വരണ്ടേ? ഒരുമിച്ച് വരണം. Yes. അത് നമ്മൾ ഏത് അസുഖത്തിനും വേണം. പ്രത്യേകിച്ച് മരണാസന്നര രോഗികൾക്ക് തീർച്ചയായിട്ടും ക്യൂറിനോടൊപ്പമോ അല്ല അതിനേക്കാൾ ഏറെയോ വേണ്ടത് കെയറാണ്. അത് കൊടുക്കാനും അത് കിട്ടാനുള്ള അവകാശം ഓരോ ആൾക്കുണ്ട്. അത് കൊടുക്കാനുള്ള എന്താ പറയുക ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുണ്ട്. അതിലേക്ക് നയിക്കുന്ന ഒരു പ്ലാനിംഗ് ആണ് ഡെത്ത് പ്ലാനിങ്. അതിനാവശ്യമായൊരു രേഖയാണ് ലിവിങ്. അപ്പം സ്വന്തം മോർട്ടാലിറ്റിനെ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക. അത് ഇന്നെവിറ്റബിൾ ആണ്, ഡെത്ത് ഇന്നെവിറ്റബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്ത് തീർക്കണം, അത് സ്വന്തം ഓട്ടോണമി വരുത്തുക. അത് എഴുതി വെക്കാം. അപ്പോൾ എഴുതി വെച്ചാൽ അത് മറ്റുള്ളവർക്കും കൂടി ആ ഡയറക്ഷനിൽ പോകാൻ പറ്റും. ആ നിലയിലാണ് ഈ ഇതിനെ കാണേണ്ടത് നമ്മുടെ. സോ ദാറ്റ്സ് understanding and recognizing one's own death. So thank you, sir, for being here, and we are so glad that you are here, that you were here. And yeah, thank you.